തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ ആ കൊലപാതക വാർത്ത തന്നെയാണ് ടോപ്പ് ന്യൂസിൽ പ്രധാനമായിട്ടും വരുന്നത്. വിജിൻ വായാന്തോട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നിട്ട് നമുക്ക് വിജിനോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാമെന്ന് വിചാരിക്കുന്നു. വിജിൻ, അമ്മാവനാണ് ഈ കുഞ്ഞിൻ്റെ കൊലപാതകം നടത്തിയതെന്ന് അമ്മാവൻ തന്നെ സ്ഥിരീകരിക്കുന്നു. പോലീസിന് അതുമായി ബന്ധപ്പെട്ട മൊഴി നൽകുന്നു. അമ്മാവൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തി. ഇതിനിടയിൽ വന്ന വാർത്ത അമ്മയുടെ പിന്തുണയോടുകൂടിയാണ് ഈ കുഞ്ഞിൻ്റെ കൊലപാതകം അമ്മാവൻ നടത്തിയത് എന്നാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണങ്ങളോ വിശദാംശങ്ങളോ പോലീസ് നൽകുന്നുണ്ടോ? ശ്രീതു ഇപ്പോൾ എവിടെയാണ്? വിനിഷ, എന്തായാലും 6 മണിയോടുകൂടിയാണ് ഈ അമ്മാവൻ ഹരികുമാറിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. എന്തായാലും ദാരുണമായ കൊലപാതകമാണ് രാവിലെ പുലർച്ചയോടുകൂടി ഉണ്ടായത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹരികുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കില്ല, അന്വേഷണവും ചോദ്യം ചെയ്യലും തുടരും എന്നാണ് ഡിവൈഎസ്പി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീതു നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇവരെ ഒരുപക്ഷെ ബന്ധുക്കളോ മറ്റ് അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗമോ ഒക്കെ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ വീട്ടിലേക്ക് പറഞ്ഞുവിടും ഇന്ന്. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മന്ദിരങ്ങളിലേക്ക് മാറ്റും എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ വീട്ടിലേക്ക് വിടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. നിലവിൽ ഇതുവരെ പോലീസ് നിരന്തരമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഒന്നും ശ്രീതു ഈ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധപ്പെടുകയോ പങ്കെടുക്കുകയോ ചെയ്തു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. അന്വേഷണം തുടരുകയാണ്. കുറ്റം സംബന്ധിച്ച് പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും പക്ഷേ ഈ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയത് എന്ന കാര്യമാണ് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ കണ്ടെത്താൻ ഇന്നും നിലവിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില താല്പര്യങ്ങൾ ഒക്കെ പ്രതിക്കുണ്ടായിരുന്നു. അത് നടക്കാതെ പോയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് പ്രതി നൽകിയിട്ടുള്ള മൊഴി എന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്താണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തതയും സ്ഥിരീകരണവും ഒക്കെ പോലീസിന് വരുത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞാലായിരിക്കും ഇക്കാര്യത്തിലുള്ള കൃത്യമായ കൊലപാതക കാരണം എന്താണ് എന്ന വ്യക്തത പുറത്തു വരികയുള്ളൂ. നിലവിൽ ഈ ശ്രീതുവിൻ്റെയും ഒപ്പം തന്നെ ഹരികുമാറിൻ്റെയും വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചില തെളിവുകൾ ഒക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായി അക്കാര്യത്തിലുള്ള വിശദീകരണം പോലീസ് നിലവിൽ നൽകിയിട്ടുമില്ല. എന്തായാലും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഒക്കെ ചോദ്യം ചെയ്യൽ വീണ്ടും പുരോഗമിക്കും എന്നുള്ളതാണ്. അമ്മൂമ്മയെയും അതുപോലെ തന്നെ അച്ഛനെയും നേരത്തെ പോലീസ് വിട്ടയച്ചിരുന്നു. അവർ സംസ്കാര ചടങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇവരെ വിട്ടയച്ചത് നിലവിലെ ചോദ്യം ചെയ്യലിലോ പരിശോധനയിലോ അന്വേഷണത്തിലോ പോലീസിന് അവരുടെ പങ്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തുടർ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് അന്വേഷിച്ചറിയേണ്ടതോ ഉണ്ടെങ്കിൽ വീണ്ടും വിളിപ്പിക്കും എന്നുള്ളതാണ് ഡിവൈഎസ്പി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ പുലർച്ചയോടുകൂടി ഹരികുമാർ തന്നെയാണ് കുട്ടിയെ എടുത്ത് കിണറ്റിൽ ഇട്ടത് എന്നുള്ളതാണ് ഹരികുമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം വീട്ടിനകത്ത് കൊല ചെയ്യപ്പെട്ടിട്ടില്ല കുട്ടി. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ശരീരഭാഗത്ത് മുറിവേറ്റതായി പാടുകൾ ഒന്നും നിലവിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ വീണ മുങ്ങിമരണമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സ്ഥിരീകരിക്കുന്നുണ്ട്, വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിലേക്ക് ഏതെങ്കിലും വൈരാഗ്യത്തിൻ്റെ പേരിൽ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി എറിഞ്ഞതാണ് എന്നുള്ള അനുമാനം തന്നെയാണ് നിലവിൽ ഉള്ളത്. അതിന് ചില താല്പര്യങ്ങൾ ഒക്കെ ഈ ശ്രീതുവിൻ്റെ വിഷയത്തിൽ ഹരികുമാറിന് ഉണ്ടായിരുന്നു എന്നും ആ താല്പര്യങ്ങൾ നടക്കാതെ പോയതാണ് ഇത്തരത്തിൽ ഒരു പെട്ടെന്നുള്ള പ്രകോപനം ഉണ്ടാവുകയും കുട്ടിയെ വെള്ളത്തിലേക്ക് എടുത്തിടാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തത് എന്നാണ് പോലീസ് അനൗദ്യോഗികമായി വ്യക്തമാക്കുന്നത്. അച്ഛൻ വീട്ടിൽ എത്തിയത് ഇന്നലെയായിരുന്നു. അതാണ് ശ്രീജിത്ത് ഇന്നലെയാണ് വീട്ടിലെത്തിയത്. കാരണം ഈ ശ്രീതുവിൻ്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട 16 ദിവസം തികയുന്ന ചടങ്ങ് ഉൾപ്പെടെ ഇന്നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അതിനായിട്ടാണ് അച്ഛൻ ശ്രീജിത്ത് വീട്ടിൽ എത്തിയിരുന്നത്. ഇതിൽ ഉള്ള പ്രകോപനമാണോ ഒരുപക്ഷെ കൊലയിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഇന്ന് ഡിവൈഎസ്പി മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത് അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലും അന്വേഷണവും പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് ഇതിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടണമെങ്കിൽ പോലീസിന് അത്തരത്തിലുള്ളൊരു വ്യക്തത വരുത്തണം. ഇതിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള മോട്ടീവ് അത് മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചു
ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളെടുത്താണ് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ 4 പേരെയും. ഒപ്പം തന്നെ 2 പേരെ വിട്ടയച്ചതിന് ശേഷവും വീണ്ടും ശ്രീധുവിനെയും ഒപ്പം തന്നെ ഹരികുമാറിനെയും വീണ്ടും മാറിയും ഒരുമിച്ചിരുത്തിയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ഒക്കെ പോലീസ് ഏകദേശം ഒരു അനുമാനത്തിലും ഒരു നിഗമനത്തിലും എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ പൂർണ്ണമായ തെളിവുകൾ ഒക്കെ ശേഖരിച്ച ശേഷമായിരിക്കും ഇതിൽ മറ്റാരെങ്കിലും പട്ടികയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഈ പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അത് പുറത്ത് പറയാത്തത് എന്നാണ് പോലീസിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ കാരണം എന്താണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും പോലീസിന് ഇക്കാര്യത്തിലുള്ള ഏകദേശ ധാരണ ഉണ്ട്, അനുമാനമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് പോലീസിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.